പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ശശി തരൂരിനെ നേരിട്ട് ചർച്ചയ്ക്ക് വിളിച്ചു എന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇങ്ങനെ ഒരു വാർത്ത ചെയ്യാൻ ഞങ്ങൾ തയ്യാറായത്. കഴിഞ്ഞ 2 ദിവസവും ശശി തരൂരിന്റെ നിലപാടുകൾക്കെതിരെ വാർത്തകൾ തയ്യാറാക്കി നൽകുന്നതിൽ മീഡിയ ഗ്രാമവും ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും വ്യക്തിപരമായി വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായം എന്നെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, ശശി തരൂർ ഏതെങ്കിലും ഒരു പ്രസ്താവന നടത്തിയാൽ ഉടനടി ചാടി വീഴുന്ന ഒരുപറ്റം കോൺഗ്രസ് നേതാക്കന്മാർ ഈ കേരളത്തിലുണ്ട്. ഒന്ന്, അദ്ദേഹത്തോടുള്ള വ്യക്തിപരമായിട്ടുള്ള അസൂയ തന്നെയാണ്. ഒരു വിശ്വ പൗരൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം നടത്തുന്ന പ്രഭാഷണങ്ങൾ, കേരളത്തിലെ പൊതുസമൂഹത്തിനിടയിൽ അദ്ദേഹത്തിനുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു വാല്യൂ, കേരളത്തിലെ ചെറുപ്പക്കാർക്കിടയിൽ ശശി തരൂരിനോടുള്ള സ്നേഹവും വാത്സല്യവുമെല്ലാം മറ്റാരേക്കാളും അസൂയ ഉണ്ടാക്കുന്നത് ഒരുപറ്റം കോൺഗ്രസ് നേതാക്കന്മാർക്ക് തന്നെയാണ്. അതിന്റെ ഉത്തമമായിട്ടുള്ള ഉദാഹരണമാണ് ഇന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ. പക്ഷെ ഇതൊക്കെ നടക്കുമ്പോഴാണ് ഈ സായാഹ്നത്തിൽ വളരെ പ്രതീക്ഷയോടുകൂടി മറ്റൊരു വാർത്ത പുറത്തു വരുന്നത്. രാഹുൽ ഗാന്ധി, അതിനൊരു പ്രത്യേകതയുണ്ട്, ദീർഘകാലമായി ശശി തരൂർ കാണാൻ ആഗ്രഹിച്ചിട്ടും അദ്ദേഹത്തിന് ഒരു കൂടിക്കാഴ്ചയ്ക്ക് സമ്മതം മൊഴിയില്ല രാഹുൽ ഗാന്ധി എന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആ രാഹുൽ ഗാന്ധി ഇന്ന് ശശി തരൂരിനെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഈ വാർത്ത പുറത്തു വരുമ്പോൾ നമ്മൾ ഒരു കാര്യം വ്യക്തതയോടുകൂടി തിരിച്ചറിയുകയാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലുടനീളമുള്ള കോൺഗ്രസ് പാർട്ടിയെ രക്ഷപ്പെടുത്താനും ആ പാർട്ടിക്ക് സത്യസന്ധമായ നേതൃത്വം നൽകാനും കഴിയുന്ന ഏക നേതാവ് രാഹുൽ ഗാന്ധി എന്നുള്ളതാണ്. കാരണം ശശി തരൂരിനെ പോലുള്ള ഉന്നതനായ ഒരു നേതാവ് ഈ പാർട്ടിയുടെ കടന്തൽ കൂടാക്രമണം കൊണ്ട് പുറത്തു പോയാൽ അത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന പ്രത്യാഘാതം ചെറുതായിരിക്കില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി മോഹികൾക്ക് പോലും അത് വലിയ തിരിച്ചടിയായിരിക്കും എന്നുള്ളത് നിസ്തർക്കമായിട്ടുള്ള കാര്യമാണ്. തിരുവനന്തപുരത്തെ ഒരു പ്രത്യേക രാഷ്ട്രീയം നോക്കിയാൽ കേരളത്തിലെ സർക്കാരിന് അനുകൂലമായി ശശി തരൂർ ഒരു വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന നടത്തി എന്ന് പറഞ്ഞാൽ അതിലൊന്നും ഒരു പുത്തരിയില്ലാന്നേ. കാരണം എന്താ? ശശി തരൂർ പാർലമെന്റിൽ മത്സരിക്കുമ്പോ തിരുവനന്തപുരം ജില്ലയിലെ ഒരുപറ്റം കോൺഗ്രസ് നേതാക്കന്മാർ അദ്ദേഹത്തെ തലങ്ങും വിലങ്ങും വെട്ടാൻ ശ്രമിച്ചു എന്നുള്ളത് പകൽ പോലെ വ്യക്തമായി. അത് KPCCക്ക് പല ഘട്ടങ്ങളിൽ പരാതിയായി നൽകി. പക്ഷേ ഉറക്കം നടിക്കുകയോ ഉറങ്ങുകയോ ചെയ്യുന്ന KPCC നേതൃത്വം അതിനെതിരെ ഒന്നും പ്രതികരിച്ചില്ല. അപ്പൊ സ്വാഭാവികമായും അവിടെ നമ്മൾ കാണുന്ന പ്രത്യേകത എന്താ? BJPയിലെ രാജീവ് ചന്ദ്രശേഖരും ശശി തരൂരും തമ്മിൽ നേർക്കുനേർ പോരാട്ടം നടന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ BJPക്ക് ബദലായി ശശി തരൂരിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയത് അവിടുത്തെ CPMന്റെ ആളുകൾ തന്നെയാണ്. അതൊരു മതേതരവാദിയായിട്ടുള്ള ഒരു മനുഷ്യന്റെ മുഖം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. നമ്മൾ ഓർമ്മിക്കേണ്ടത്, ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് പോലും കൂടെ നിന്നാൽ മത്സരിപ്പിക്കാം എന്ന ഓഫർ BJPയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ട് പോലും ശശി തരൂർ അങ്ങോട്ട് പോയിട്ടില്ല. BJPയുടെ നിലപാടുകൾക്കെതിരെ, സംഘപരിവാർ ശക്തികളുടെ നിലപാടുകൾക്കെതിരെ നിരന്തരമായ ലേഖനങ്ങൾ എഴുതുന്ന, പുസ്തകങ്ങൾ തയ്യാറാക്കുന്ന, പ്രഭാഷണങ്ങൾ നടത്തുന്ന മനുഷ്യനാണ് ശശി തരൂർ. അത് കൂടാതെ ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിന് ശക്തമായി ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ഭാഷാ വൈദഗ്ധ്യമുള്ള, അതുപോലെ തന്നെ ഒരു ഇന്റർനാഷണൽ ഇന്റലക്ച്വൽ നോളജ് ഉള്ള ഒരു മനുഷ്യനാണ് ശശി തരൂർ എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ശശി തരൂരിനെയാണ് ഒരുപറ്റം ഈ കേരളത്തിലെ കൊച്ചു നേതാക്കന്മാർ ആക്രമിക്കാൻ വേണ്ടി പോകുന്നത്. മലയോട് കല്ലെറിയുന്ന ഈ കാഴ്ച സങ്കടകരമാണ് എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. സത്യത്തിൽ നോക്കൂ, കേരളത്തിൽ ഏതൊക്കെ കോൺഗ്രസ് നേതാക്കന്മാർ അച്ചടക്ക ലംഘനം നടത്തുന്ന പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്? RSSന് അനുകൂലമായി പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. എല്ലാ നേതാക്കന്മാരുടെയും ജാതകം എന്റെ കയ്യിലുണ്ട്, പക്ഷേ അതുകൊണ്ട് തന്നെ ആരും എനിക്കെതിരെ നടപടിയെടുക്കില്ല എന്ന് പറഞ്ഞവരുണ്ട്. മതേതരത്വത്തിന് കളങ്കമുണ്ടാക്കുന്ന രീതിയിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയ ആളുകൾ കോൺഗ്രസിനകത്തുണ്ട്. ഒന്നും ഈ സമയത്ത് എണ്ണി പറയുന്നതല്ല. പക്ഷേ ഈ നേതാക്കന്മാർക്കെതിരെ ഒന്നും ഉണ്ടാകാത്ത പ്രകോപനം ശശി തരൂരിനെതിരെ മാത്രം നിരന്തരമായി ഉണ്ടാകുന്നു എന്നുള്ളത് അസൂയയുടെ ഒന്നാമത്തെ ഒരു നമ്പർ 1 ലക്ഷണമായിട്ട് നമ്മൾ കാണണം. അതുകൊണ്ട് ശശി തരൂർ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു ചെറിയ മീനല്ല.
ഏതെങ്കിലും ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ എതിർപ്പ് കൊണ്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കൊച്ചു മീനുകളുടെ എതിർപ്പുകൾ കൊണ്ടോ തകർക്കപ്പെടുന്ന ഒരു പൗരുഷത്തിന്റെ പ്രതിനിധിയല്ല ശശി തരൂർ എന്ന കാര്യം നമ്മൾ വളരെ കൃത്യതയോടെ ഓർമ്മിക്കണം. അതുകൊണ്ട് അത് തിരിച്ചറിയാൻ കഴിയുന്ന ഏറ്റവും മിടുക്കനായിട്ടുള്ള നേതാവ് എന്നുള്ള രീതിയിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുള്ളത്. ഒരു ഘട്ടത്തിലും പാർട്ടിക്ക് വേദനയുണ്ടാക്കുന്ന ഒരു നടപടികളും സ്വീകരിക്കാത്ത ഒരു തലമുതിർന്ന നേതാവിനെ, ഒരു ഇന്റലക്ച്വൽ വൈബ്രൻസി ഉള്ള ഒരു നേതാവിനെ വേട്ടയാടാൻ ശ്രമിക്കുന്ന കൗതുകം മാത്രമാണ് ഇപ്പോൾ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ദേശീയ നേതൃത്വം ഇതെല്ലാം തിരിച്ചറിയുന്നു. ശശി തരൂർ അതിശക്തനായി ഒരിക്കൽ കൂടി തിരിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മൾ കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കാണാൻ വേണ്ടി പോകുന്നത്.